ലോകത്തിലെ ഏറ്റവും കോംപ്ലക്സ് ആയ വസ്തു എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും അത് നമ്മുടെ ബ്രെയിൻ ആണെന്ന്. കാരണം മനുഷ്യൻ്റെ മസ്തിഷ്കം അത്രമാത്രം പവർഫുൾ ആണ്. അതിന് കോംപ്ലക്സ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. മഹാമാരികൾക്ക് വാക്സിൻ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നാച്ചുറൽ റിസോഴ്സസിനെ ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. മനുഷ്യനെ ഈ ലോകം ഭരിക്കാൻ തന്നെ പ്രാപ്തനാക്കിയത് അവൻ്റെ തലച്ചോറാണ്. ചുരുക്കി പറഞ്ഞാൽ ബ്രെയിൻ എന്ന ഒറ്റ വസ്തു കാരണമാണ് മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൽ ഇത്രയും ശക്തനാകുന്നത്. മനുഷ്യൻ്റെ മസ്തിഷ്കം ഇത്രയും പവർഫുൾ ആണെന്ന് പറഞ്ഞല്ലോ, പക്ഷെ നമുക്ക് നമ്മുടെ ബ്രെയിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാമോ? ഇല്ല എന്നതാണ് ഉത്തരം. എന്താണെന്നല്ലേ പറയാം. നമ്മുടെ ബ്രെയിൻ പലപ്പോഴും ഷോർട്ട് കട്ടുകൾ സ്വീകരിക്കാറുണ്ട്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. നമുക്ക് പോകേണ്ട ബസ് വരുമ്പോൾ നമ്മളത് കാണുകയും ചെയ്യും, അത് കയറുകയും ചെയ്യും. പക്ഷേ ഇതിനോടകം ആ റോഡിലൂടെ എത്ര വാഹനങ്ങൾ കടന്നു പോയിട്ടുണ്ടാകും? പക്ഷേ അതിൽ ഭൂരിഭാഗവും നമ്മുടെ ഓർമ്മയിലേ കാണില്ല. ഇതിന് കാരണം നമ്മുടെ ബ്രെയിൻ സെലക്റ്റീവായിട്ട് ഇൻഫർമേഷൻ ചൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. മുമ്പ് പറഞ്ഞ സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ബസ് കാത്ത് നിൽക്കുന്നു. ആ റോഡിലൂടെ ഒരുപാട് വണ്ടികൾ കടന്നു പോകുന്നു, ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നു. പക്ഷേ അതൊന്നും നമ്മുടെ ബ്രെയിനിൽ രജിസ്റ്റർ ആകില്ല. കാരണം ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം ഇറിലവൻ്റ് ആയിട്ടുള്ള ഡേറ്റാസാണ്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബ്രെയിൻ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഡേറ്റാസിനെ അനലൈസ് ചെയ്ത് വേണ്ടാത്തവയെ ഒഴിവാക്കുന്നുണ്ട്. ബ്രെയിൻ ഇങ്ങനെ ഷോർട്ട് കട്ട്സ് സ്വീകരിക്കുന്നതുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം എഫിഷ്യൻ്റ് ആക്കി മാറ്റാനായിട്ട് സാധിക്കുന്നു. പക്ഷേ ഈ ഷോർട്ട് കട്ട്സ് സ്വീകരിക്കുന്ന ബ്രെയിനിൻ്റെ ഈ ഒരു സ്വഭാവം നമുക്ക് ഗുണം മാത്രമല്ല ചെയ്യുന്നത്, പലപ്പോഴും ദോഷവും ചെയ്തേക്കാം. കാരണം ബ്രെയിനിൻ്റെ ഈ ഒരു പ്രവണത നമ്മളെ പല ചിന്താക്കുഴപ്പത്തിലേക്കും നയിച്ചേക്കാം. ഇങ്ങനെ ഉണ്ടാകുന്ന ചിന്താക്കുഴപ്പങ്ങളെ വിളിക്കുന്ന പേരാണ് കൊഗ്നിറ്റീവ് ബയാസുകൾ. ഈ കൊഗ്നിറ്റീവ് ബയാസുകൾ നമ്മെ വളരെ വലിയ അപകടങ്ങളിൽ കൊണ്ട് ചാടിക്കാൻ കഴിവുള്ളവയാണ്. പക്ഷെ നമുക്കിവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയാറ് പോലുമില്ല നമുക്ക് ഈ പറ്റുന്ന തെറ്റുകളെല്ലാം കൊഗ്നിറ്റീവ് ബയാസ് കാരണമാണ് ഉണ്ടാകുന്നതെന്ന്. ജീവിതത്തിൽ ഇതുപോലുള്ള അബദ്ധങ്ങൾ പറ്റാതിരിക്കുന്നതിനായി നമ്മൾ കൊഗ്നിറ്റീവ് ബയാസുകളെ നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ ആദ്യപടി എന്താണെന്ന് വെച്ചാൽ കൊഗ്നിറ്റീവ് ബയാസുകൾ എന്താണെന്ന് മനസ്സിലാക്കുക എന്നതാണ്. ഞാനിന്ന് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത് 4 പ്രധാനപ്പെട്ട കൊഗ്നിറ്റീവ് ബയാസുകളെ കുറിച്ചാണ്. ഇമാജിൻ നിങ്ങൾ അസ്ട്രോളജിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളോടൊരു ജ്യോത്സ്യം പറയുകയാണ് ഈ വർഷം മുഴുവൻ നിങ്ങൾക്ക് മോശം സമയമാണ്, അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കണമെന്ന്. പിന്നീടുള്ള ദിവസങ്ങൾ സാധാരണ ദിവസങ്ങൾ പോലെ തന്നെ നല്ലതും മോശവുമായ കാര്യങ്ങൾ നടന്ന ദിവസങ്ങളായിരുന്നു. പക്ഷേ നിങ്ങളുടെ ബ്രെയിൻ ആ നടന്ന മോശം സിറ്റുവേഷൻസിനെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. നല്ല സിറ്റുവേഷൻസിനെ നിങ്ങളുടെ ബ്രെയിൻ ഒഴിവാക്കും. ഇതിലൂടെ നിങ്ങൾക്ക് തോന്നും ആ ജ്യോത്സ്യൻ പറഞ്ഞത് ശരിയാണെന്ന്. ഇത് നിങ്ങൾക്ക് ജ്യോത്സ്യനിലും ജ്യോത്സ്യത്തിലുമുള്ള വിശ്വാസം കൂട്ടും. ഇത് ശരിക്കും ആ ജ്യോത്സ്യം പറഞ്ഞത് ശരിയായതല്ല, നമ്മുടെ ബ്രെയിൻ നമ്മളെ അങ്ങനെയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. നിലവിലുള്ള വിശ്വാസങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസ് മാത്രം സ്വീകരിക്കുകയും മറ്റുള്ളവയെ തള്ളിക്കളയുകയും ചെയ്യുന്ന ബ്രെയിനിൻ്റെ ഈ ഒരു പ്രവണതയെ വിളിക്കുന്ന പേരാണ് കൺഫർമേഷൻ ബയാസ്. നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന പല അന്ധവിശ്വാസങ്ങൾക്കും കാരണം ഈ ഒരു കൺഫർമേഷൻ ബയാസ് ആണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം. വിശാൽ ഒരു ബിഗിനർ ചെസ് പ്ലെയർ ആണ്. വിശാലിന് ബേസിക് ആയിട്ടുള്ള കുറച്ച് മൂവ്സും സ്ട്രാറ്റജീസും മാത്രമേ അറിയുള്ളൂ. അവൻ അവൻ്റെ അതേ ലെവലിലുള്ള കുറച്ച് പ്ലെയേഴ്സിനോട് കളിക്കുന്നു. ഇതിൽ അവൻ വിജയിക്കുകയും ചെയ്യുന്നു. ഇത് അവനിലൊരു തോന്നലുണ്ടാക്കുകയാണ് അവന് ചെസ്സിൽ എല്ലാം അറിയാമെന്ന്, അവന് ചെസ്സിലുള്ള നോളേജ് കംപ്ലീറ്റ് ആണെന്ന്. ഈ ഒരു ആത്മവിശ്വാസവുമായി അവൻ അഡ്വാൻസ്ഡ് പ്ലെയേഴ്സിനോട് കളിക്കാൻ തീരുമാനിക്കുകയാണ്. പക്ഷേ അവരോട് കളിച്ച് തുടങ്ങിയതിന് ശേഷമാണ് അവന് മനസ്സിലാകുന്നത് ചെസ്സിൽ അവന് എത്രമാത്രം അറിവ് കുറവാണെന്ന്, അവന് ഇനിയും ഒരുപാട് സ്കിൽ ആർജിക്കാനായിട്ട് ഉണ്ട് എന്ന്. വിശാലിനെ ഇങ്ങനെ ഒരു എടുത്തുചാട്ടം നടത്തുന്നതിനായിട്ട് പ്രേരിപ്പിച്ചത് എന്താണ്? അവന് ചെസ്സിൽ കംപ്ലീറ്റ് നോളേജ് ഉണ്ടെന്നുള്ള വിശ്വാസമാണല്ലേ. ഇങ്ങനൊരു വിശ്വാസം ഉണ്ടാവാൻ കാരണം അവൻ്റെ ബ്രെയിൻ തന്നെയാണ്. അവനുള്ള ലിമിറ്റഡ് നോളേജിനെ അല്ലെങ്കിൽ ലിമിറ്റഡ് സ്കില്ലിനെ എക്സാജറേറ്റ് ചെയ്ത് കാണിക്കുകയാണ് അവൻ്റെ ബ്രെയിൻ ഇവിടെ ചെയ്യുന്നത്. ഇതിലൂടെ അവന് ഓവർ കോൺഫിഡൻസ് ഉണ്ടാകുന്നു. അവൻ നല്ല ട്രെയിനിങ് കിട്ടുന്നതിന് മുമ്പിട്ട് തന്നെ അഡ്വാൻസ്ഡ് പ്ലെയേഴ്സിനോട് കളിക്കാനായിട്ട് തീരുമാനിക്കുന്നു. ലിമിറ്റഡ് നോളജിനെ അല്ലെങ്കിൽ സ്കിൽസിനെ എക്സാജറേറ്റ് ചെയ്ത് കാണിക്കാനുള്ള ബ്രെയിനിൻ്റെ ഈ ഒരു പ്രവണതയെ വിളിക്കുന്ന പേരാണ് ഡന്നിങ് ക്രൂഗർ എഫക്റ്റ്. എന്തെങ്കിലും ഒരു ഇവൻ്റ് നടക്കുമ്പോൾ ചില ആളുകൾ പറയാറില്ലേ അത് മുമ്പേ എനിക്കറിയാമായിരുന്നു ഇങ്ങനെ തന്നെ നടക്കുകയുള്ളൂ എന്ന്. ഉദാഹരണത്തിന് ഒരു ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ ഒരാൾ പറയുകയാണ് എനിക്കറിയാമായിരുന്നു ഈ പാർട്ടി തന്നെ ജയിക്കുള്ളൂ എന്ന്. പക്ഷെ ശരിക്കും ഏത് പാർട്ടി ജയിക്കും എന്നുള്ളതിനെക്കുറിച്ച് അയാൾ കൺഫ്യൂഷനിലായിരുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ അയാളിപ്പോൾ പറയുകയാണ് അയാൾക്ക് നേരത്തെ അറിയാമായിരുന്നു ഈ പാർട്ടി തന്നെ ജയിക്കുള്ളൂ എന്ന്. അയാളത് നുണ പറയുകയാണോ? അല്ല, മറിച്ച് അയാൾക്ക് ഇത് അറിയാമായിരുന്നു എന്ന് അയാളുടെ ബ്രെയിൻ അയാളോട് കള്ളം പറയുന്നതാണ്. ഒട്ടും പ്രഡിക്റ്റബിൾ അല്ലാത്ത കാര്യം പോലും നടന്നു കഴിയുമ്പോൾ
പ്രെഡിക്റ്റബിൾ ആയിരുന്നു എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന നമ്മുടെ മനസ്സിൻ്റെ ഈ ഒരു പ്രവണതയെ വിളിക്കുന്ന പേരാണ് ഹൈൻഡ്സൈറ്റ് ബയാസ്. ഫണ്ടമെൻ്റൽ ആട്രിബ്യൂഷൻ എറർ. ഈ ഒരു ബയാസ് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. കാരണം ഇത് നമ്മുടെ റിലേഷൻഷിപ്സിനെ തന്നെ ബാധിക്കാൻ ഇടയുള്ളൊരു ബയാസാണ്. ഫോർ ഇൻസ്റ്റൻസ്, നിങ്ങളോട് ഒരാൾ പറയുകയാണ് നമുക്ക് 5 മണിക്ക് ഇന്ന സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്യാമെന്ന്. നിങ്ങൾ അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നു. അരമണിക്കൂർ കഴിഞ്ഞിട്ടും ആ വ്യക്തി വന്നില്ല. അപ്പോൾ നിങ്ങൾ എന്തായിരിക്കും ചിന്തിക്കുക? കൂടുതൽ ആളുകൾ ചിന്തിക്കുന്നത് അയാൾ പറഞ്ഞ വാക്കിന് വിലയില്ലാത്ത ആളാണെന്നോ അല്ലെങ്കിൽ കൃത്യനിഷ്ഠതയില്ലാത്ത ആളാണെന്നോ ഒക്കെ ആയിരിക്കും. പക്ഷെ അയാൾ ലേറ്റ് ആകുന്നതിന് തക്കതായൊരു കാരണം കാണും. ചിലപ്പോൾ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുപോയതായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തടസ്സമാകാം. എന്നാൽ നമ്മുടെ ബ്രെയിൻ ആ സാധ്യതകളൊന്നും പരിഗണിക്കില്ല. മറിച്ച് അതിന് കാരണം അയാളുടെ ബിഹേവിയറാണ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റിയാണ് എന്ന് നമ്മുടെ ബ്രെയിൻ വിലയിരുത്തും. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അതിന് കാരണമായേക്കാവുന്ന മറ്റ് ഘടകങ്ങളെ കണക്കിലെടുക്കാതെ മറ്റൊരു വ്യക്തിയുടെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ അയാളുടെ വ്യക്തിത്വത്തിൽ കുറ്റം ആരോപിക്കാനുള്ള തലച്ചോറിൻ്റെ ഈ ഒരു പ്രവണതയെ വിളിക്കുന്ന പേരാണ് ഫണ്ടമെൻ്റൽ ആട്രിബ്യൂഷൻ എറർ. അപ്പോൾ നമ്മളിന്നിവിടെ പരിചയപ്പെട്ടത് 4 പ്രധാനപ്പെട്ട കോഗ്നിറ്റീവ് ബയാസുകളാണ്. ഇത് 4 നമ്മുടെ ജീവിതത്തിൻ്റെ പല ഏടുകളെയും ബാധിക്കാൻ ചാൻസ് ഉള്ളവയാണ്. ഇത് ചിലപ്പോൾ ഫിനാൻഷ്യലി ആയിരിക്കാം, ചിലപ്പോൾ കരിയറിനെ ആയിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്സിനെ ആയിരിക്കാം, ചിലപ്പോൾ ഹെൽത്തിനെ വരെ ആയിരിക്കാം. ഈ കോഗ്നിറ്റീവ് ബയാസുകളെ തിരിച്ചറിഞ്ഞ് ലോജിക്കലി തീരുമാനമെടുക്കുക എന്നത് മാത്രമാണ് ഇതിനുള്ള ഏക പരിഹാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഈ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ്. തുടർന്നും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതിനായി എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായേ തീരൂ. നിങ്ങൾ എല്ലാ പിന്തുണയോടും കൂടി എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.